ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാമത് അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗം. യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം അവിടുന്ന് നമുക്ക് തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിന് വേണ്ടി സ്വന്തം സഹോദരനെയോ സഹോദരിയെയോ ഭാര്യയോ അപ്പനെയോ അമ്മയോ സ്വത്തോ സമ്പത്തോ ഒക്കെ ഉപേക്ഷിക്കുന്നവന് ദൈവം 100 ഇരട്ടി പ്രതിഫലം നൽകും, നിത്യജീവൻ നൽകും. ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എളുപ്പമോ അല്ലയോ എന്ന ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്താണ് ഈ ശിഷ്യത്വത്തിൻ്റെ വലിയ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ ചാലിച്ചു തരുന്ന തമ്പുരാൻ്റെ തിരുവചനം നമ്മൾ ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയോടെ ദൈവത്തെ മുറുകെ പിടിക്കണമെന്നും ഈ ലോകത്തിൻ്റെ നശ്വര സമ്പത്തുകളായ പണവും സമ്പത്തും സ്ഥാനമാനങ്ങളും മഹിമയും ഒന്നുമല്ല നിത്യതയോളം നമ്മെ അനുഗമിക്കുന്നത്, അനുധാവനം ചെയ്യുന്നത്. അത് യേശുവിലുള്ള വിശ്വാസവും ആഴമായ ബോധ്യവും ഉപേക്ഷിക്കാനും ശൂന്യവൽക്കരിക്കാനുമുള്ള മനസ്സുമാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ നിത്യജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം. എത്രമാത്രം ഹൃദയപരമാർത്ഥതയോടെ ഈ ഉപേക്ഷിക്കലിന് ഞാൻ തയ്യാറാണ്. ഈ ലോകത്തിലെ നശ്വരമായതൊക്കെ വെടിഞ്ഞ് ദൈവത്തെ സ്വന്തമാക്കലാണ് നമുക്ക് അനിവാര്യം. ഈ അടുത്ത നാളിലൊക്കെ ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണങ്ങൾ ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. റോക്കറ്റ് വിക്ഷേപണത്തിലെ വലിയൊരു രഹസ്യം നാം തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ വലിയ ടൺ കണക്കിന് ഭാരമുള്ള ഒരു ഉപകരണമാണല്ലോ, ഡിവൈസാണല്ലോ ഈ അയക്കപ്പെടുന്ന മിസൈലുകൾ അല്ലെങ്കിൽ റോക്കറ്റുകൾ എന്ന് പറയുക. അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ നിറച്ചു വച്ചിരിക്കുന്നത് അത് മുകളിലേക്ക് ഉയർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ്. അത് ഓരോ ഭാഗവും ഒരു നിശ്ചിത ദൂരം കടന്നുപോയി കഴിയുമ്പോൾ ആ ഭാഗത്തുള്ള എല്ലാം നഷ്ടപ്പെട്ട്, ഊർജം നഷ്ടപ്പെട്ട്, അതിൻ്റെ ഫ്യൂവല് നഷ്ടപ്പെട്ട് അത് ഭൂമിയിലേക്ക് അടർന്നു വീഴും. തുടർന്ന് രണ്ടാമത്തെ ഭാഗത്തേക്ക് അതിൻ്റെ ഫ്യൂവലിൻ്റെ ഉപയോഗത്തിലേക്ക് വരുന്നു. കുറേ നേരം കഴിയുമ്പം ആ ഭാരവും ആ ഭാഗവും വീഴും. ഏറ്റവും അവസാനം ബഹിരാകാശത്തൊക്കെ എത്തുമ്പോൾ വായുവിൽ പ്രതിരോധിച്ച് കടന്നു പോകേണ്ട സാഹചര്യമില്ലാത്ത, ആകർഷണബലമില്ലാത്ത ഒരു തലത്തിലെത്തുമ്പോൾ അവിടെ ഭൂഗുരുത്വാകർഷണ ബലമില്ലാത്തത് കൊണ്ട്, ഒരു പ്രതിരോധത്തിൻ്റെ ഊർജം ആവശ്യമില്ലാത്തത് കൊണ്ട് അവിടെ ഈ പേടകം ഇറങ്ങും. പേടകത്തിന് സ്വയം മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ പേടകമെന്ന് പറയുന്നത് കൂടിയാൽ 10, 50, 100 കിലോ മാത്രം ഭാരമുള്ളൊരു സാധനം. ഇവിടെ നിന്ന് പറന്നുയരുവോളം അതിന് ആവശ്യമായിട്ട് ടൺ കണക്കിന് ഫ്യൂവലുകൾ നിറച്ച ടാങ്കുകൾ ഇടയിൽ നഷ്ടപ്പെടുത്തിയിട്ട് ഏറ്റവും മുകളിലെത്തുമ്പം ഭാരം കുറഞ്ഞ ഒരു ഡിവൈസ് മാത്രമായിട്ടത് ചുരുങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ നശ്വരമായ സമ്പത്തുകളെക്കുറിച്ചൊക്കെ നാം തിരിച്ചറിയേണ്ടതും ചിന്തിക്കേണ്ടതുമൊക്കെ ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുക. ഈ ലോക ജീവിതം നമുക്ക് നൽകുന്ന സന്തോഷവും സുഖവും ഒന്നും നിത്യജീവനിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകില്ല. ഈ സമ്പത്തും ഈ ഭാരങ്ങളും ഈ ലോകത്തിൻ്റേതായ ആഡംബരങ്ങളുമൊക്കെ ഒരു നിശ്ചിത കാലത്തേക്ക് നമുക്കുണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട്, എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നിത്യതയാകുന്ന ആ ഒരു ഡിവൈസിലേക്ക് നമ്മൾ ഒതുങ്ങണം. അവനെ അനുധാവനം ചെയ്യുന്നതിലൂടെ, അവനെ സ്വന്തമാക്കുന്നതിലൂടെ നാം മറ്റൊരു വ്യക്തിത്വമായിട്ട്
മറ്റൊരു മറ്റൊരു രൂപഭാവം ഭാവിച്ചവരായിട്ട്, മറ്റൊരു തലത്തിലേക്ക് അവസ്ഥാന്തരം ഭാവിച്ചവരായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും. ആ ഒരു തലമാണ് ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഉയർച്ചയിലേക്കാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകൾക്കുള്ളിൽ, ഈ ലോകത്തിൻ്റെ ഭാരങ്ങൾക്കുള്ളിൽ നമ്മുടെ കൊമ്പുടക്കി, ചിറകുടക്കി, നഖമുടക്കി കിടക്കാനിട വരാതെ പറന്നുയരാൻ, ദൈവസന്നിധിയോളം ഉയരാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ വെടിഞ്ഞ് തമ്പുരാനെ മുറുകെ പിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം. ഈ ലോകം തരുന്നതെല്ലാം നശ്വരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അനശ്വരതയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.